ഹായ് ഓൾ, വെൽക്കം ടു പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് വെബിനാർ. ഇന്ന് നമ്മൾ ഫ്ലട്ടറിൻ്റെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ 10-18 പേരായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മാക്സിമം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആരാന്ന് പറയാം, നമ്മുടെ കമ്പനീനെ പറ്റി പറയാം. എൻ്റെ പേര് അതുലൻ എന്നാണ്. ഞാനാണ് പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിൻ്റെ CEO എന്ന്. അപ്പോൾ നമ്മുടെ കമ്പനി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് എന്നാണ്. ഇറ്റ്സ് ആക്ച്വലി സ്റ്റാർട്ടഡ് 1.5 years ago. അപ്പോൾ നമ്മളൊരു ഫ്രീ ലേണിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ UIUX മാത്രം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് എല്ലാവരും ഞാൻ 600+ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞാനൊരു ബ്രാൻഡിലേക്ക് മാറ്റി. ഇപ്പോൾ കറന്റ് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് എന്ന് പറയുന്ന 2 ഫേമാണ്, പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് ആൻഡ് പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ടെക്. സോ ഇന്ന് നമ്മുടെ ഈ ഫ്ലട്ടറിൻ്റെ വെബിനാർ എടുക്കുന്നത് ജോമോനാണ്. ജോമോൻ നമ്മുടെ CTO ആണ്. സോ ഞാൻ ജോമോനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. താങ്ക് യു സർ. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റിൽ ഓഡിബിൾ ആണെങ്കിൽ ഓഡിബിൾ എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ലൈക്ക് അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഫൈൻ. ജോമോൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ സ്ക്രീൻ ആർക്കും വിസിബിൾ അല്ലേ? വിസിബിൾ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഫ്ലട്ടർ വെബിനാർ ജോയിൻ ചെയ്ത എല്ലാവരും കൂടെ വെൽക്കം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വെബിനാർ ഫ്ലട്ടർ. അപ്പൊ നമ്മൾ ആദ്യം ഫ്ലട്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, എന്താണ് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് എന്ന് നമ്മൾ നോക്കാം. അതിലൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ജാങ്കോ ഉണ്ട്, അത് വെച്ചിട്ടാണ് വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈവൻ ഒരു iOS ആപ്പാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ സ്വിഫ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പല ലാംഗ്വേജസ് പഠിക്കേണ്ട ആവശ്യം. അവിടെയാണ് നമുക്ക് ഈ ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റിന്റെ ആവശ്യം വരുന്നത്. ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ സിംഗിൾ കോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, iOS ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. പുള്ളിയും വരുന്നുണ്ട്, റിയാക്ട് നേറ്റീവ് വരുന്നുണ്ട്, അയോണിക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ കാണാൻ പോകുന്നത് ഈ ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ഫ്രെയിംവർക്കിനെ എന്തുകൊണ്ട് ഫ്ലട്ടർ മുന്നിട്ട്, അല്ലെങ്കിൽ ഫ്ലട്ടറിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഫ്ലട്ടറിൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇനി നെയിം ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോമോൻ എന്നാണ്. ഞാനൊരു പൈത്തൺ ഡെവലപ്പർ ആയിട്ടായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പൈത്തൺ ഡെവലപ്പറായി വർക്ക് ചെയ്തു. പിന്നീട് ഒരു വിക്സ് എന്നൊരു കമ്പനിയിൽ പൈത്തൺ ഡെവലപ്പറായി വർക്ക് ചെയ്തു. അടുത്ത അവസാനമായിട്ട് ഞാൻ മെൻട്രോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഒരു ട്യൂട്ടറായിട്ട്, അത് ഫ്ലട്ടർ പഠിപ്പിക്കുന്ന ട്യൂട്ടറായിട്ട് ഒരു 60ഓളം സ്റ്റുഡൻസിനെ ഞാനിവിടെ പഠിപ്പിച്ചു. ഓക്കെ,
അപ്പൊ നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ അജണ്ട, അതായത് നമ്മൾ എങ്ങനെയാണ് വെബിനാറിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ മോഡലിലാണ് നമ്മൾ വെബിനാർ പോകുന്നത്. കാരണം ഇന്ററാക്ഷൻ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയങ്ങൾ വരുന്നത്, സംശയങ്ങൾ പരിഹരിച്ച് നമുക്ക് കൂടുതൽ ലേൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ്ക് യുവർ സെൽഫ്, അതായത് നമ്മൾ തമ്മിലൊരു ഇന്ററാക്ഷനിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫ്ലട്ടറിന്റെ ഐസ് ബ്രേക്കിംഗ് ഉണ്ട്. ഫ്ലട്ടറിൽ നമുക്ക് ഒരുപാട് മിത്തുണ്ട്, ഫ്ലട്ടറിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈവൻ ഇപ്പൊ നമ്മൾ ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ആണ് ഫ്ലട്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് സംശയങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ ഫ്ലട്ടർ ഡെവലപ്മെന്റ് ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ്, ഏതൊക്കെ റോളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്, പിന്നെ നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്പർ ആയി കഴിഞ്ഞാൽ എന്തുമാത്രം ഗെയിൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ Q&A സെഷൻ എത്തി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കവർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഇൻട്രാക്ഷനിലൂടെ പോകുന്നത്, ഇന്റർവ്യൂവിലൂടെ പോകുന്നത്, സ്കോപ്പ് കാണുന്നത്, റോള് കാണുന്നത്, ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് Q&A സെഷൻ. അതാകുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് ചോദിച്ച സമയം പോയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാവരും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് Q&A സെഷനിൽ അത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വെബിനാറിന് മുമ്പ് ഫ്ലട്ടറിന് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്പറാണോ, അല്ലെങ്കിൽ ഫ്ലട്ടറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചാറ്റ് ബോക്സ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? കാരണം സെഷനാണ്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ മൈക്ക് ഓവർ ആക്കിയിട്ട് സംസാരിക്കാൻ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റിലൂടെ ഒന്ന് നമ്മളോട് പറഞ്ഞാലും മതി. എല്ലാ റെസ്പോൺസ് നമ്മൾ നോക്കുന്നുണ്ടോ? കാരണം ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടോ എന്തായാലും മെൻഷൻ ചെയ്യും. ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പം ഒരുപാട് ആൾക്കാർ ഫ്ലട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഓൾറെഡി അതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഒരുപാട് റെസ്പോൺസ് അത് കേട്ട് ആരും കുഴപ്പമില്ല. കൂടുതൽ അറിയാവുന്നവർക്ക് ഇതിൽ നിന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും അറിയത്തില്ലാത്തവർക്ക് നമുക്ക് ഏറ്റവും പഠിക്കാൻ പറ്റും. ഓൾറെഡി അറിയാവുന്നവർക്ക് ഇതിൽ റിഫ്രഷ്മെന്റുമാണ്, അറിയത്തില്ലാത്ത നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഈ വെബിനാറിലൂടെ മൊത്തമായിട്ട് തീർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്മെന്റ് കരിയർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡുകളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ആദ്യം എന്നോട് വന്ന് ചോദിച്ചത്, അയാൾക്ക് അതായത് ഒരു ഡിഗ്രി പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റ് ആദ്യമായിട്ട് ചെന്ന് ഒരു പൈത്തൺ ഡെവലപ്പർ ആകും, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് പോകാനായിരിക്കും ആയിരിക്കും. കാരണം അവർ പഠിച്ചിരിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം PC ആയിക്കോട്ടെ, PC കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അവർ പഠിച്ചിരിക്കുന്ന C ആയിരിക്കും, അല്ലെങ്കിൽ Java ആയിരിക്കും. ആ ഒരു ട്രാക്കിൽ കൂടെ വന്നുകൊണ്ട് തന്നെ അവർ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും പൈത്തണിലേക്ക് പോകണമെന്നായിരിക്കും അവർ ചിന്തിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ ഫ്ലട്ടർ ഡെവലപ്മെന്റിലേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ റോളാണ് വരുന്നത്, നമ്മൾ ഇതിലേക്ക് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ ഒരു പെട്ടെന്ന് ഒരാൾ ബിഗിനർക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ സ്ട്രീം, അതായത് ബയോളജി, കെമിസ്ട്രി പോലുള്ള വേറെ സ്ട്രീം ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് പഠിച്ച് ഒരു ഡെവലപ്പർ ആകാൻ പറ്റുമെന്നുള്ള ഒരുപാട് മിത്തുകൾ ഇതൊക്കെയുണ്ട്. അതിലൊരു മിത്താണ് നമ്മളൊരു കോഡിംഗ് എക്സ്പേർട്ട് ആണോ അല്ലയോ എന്നുള്ളത്. ഒരിക്കലും നമ്മളൊരു കോഡിംഗ് എക്സ്പേർട്ട് ആവേണ്ട കാര്യമില്ല. കാരണം നമുക്ക് C അറിയത്തില്ല, C++ അറിയത്തില്ല, Java അറിയത്തില്ല, പൈത്തൺ അറിയത്തില്ല എന്നൊന്നും ഇതിന്റെ ഒരു മാനദണ്ഡമായിട്ട് വരുന്നില്ല. കാരണം ഇതിന്റെ അകത്ത് ഫ്ലട്ടർ ഒരു ഫ്രെയിംവർക്കാണ്, അത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാർട്ട്. ഡാർട്ട് എന്നൊരു പറഞ്ഞ ലാംഗ്വേജ് ആണ് ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡാർട്ട് ഒരു ലാംഗ്വേജ് എഴുതി കഴിഞ്ഞാൽ അത് എന്താണ്, അതിന്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കോഡ് റീലോഡ്, കോഡ് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പം റിയാക്ട് ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ളവർക്ക് പൈത്തൺ ജാങ്കോയിലൊക്കെ പ്രൊജക്ട് ചെയ്തപ്പോൾ മനസ്സിലാവും നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പേജ് അല്ലെങ്കിൽ ഒരു എറർ വന്നു. ഇപ്പൊ ആ പേജിന്റെ ടെക്സ്റ്റ് നമുക്ക് മാറ്റണം. നമ്മളിപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊന്ന് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ഫ്രം ദ ബിഗിനിങ് പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മളത് റൺ ചെയ്യുന്നത്. ഫ്ലട്ടറിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോഡിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നു, ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് അപ്പോൾ തന്നെ നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 6 സെക്കൻഡിലൂടെ നമുക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടും. ആ ഒരു മിഷൻ സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ഫ്ലട്ടർ ഡെവലപ്മെന്റിലേക്ക് സ്പാർക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കും. പിന്നെ ഒരു മിഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ഡെവലപ്ഡ് ആയിരിക്കണം, ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഡെവലപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇനി വർക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒന്നും ഇതിനൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. കാരണം നമുക്ക് ക്ലിയർ ഡോക്യുമെന്റേഷൻ, ഇത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ഡോക്യുമെന്റേഷൻ ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ വിൻഡോ എല്ലാവർക്കും വിൻഡോ ആണ് ഞങ്ങൾക്ക് ഈ വിൻഡോയിൽ പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ഒരു കോർണറിൽ നമ്മൾ നമ്മുടെ ഇമേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലട്ടറിന്റെ അകത്ത് നമ്മളെല്ലാം വിഡ്ജറ്റ് ലൈബ്രറീസ് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസൈനിങ് വരുന്നത്. നമ്മൾ വിഡ്ജറ്റ് പ്ലേസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ നമുക്ക് ആ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ അറിയത്തില്ല. ഇൻ കേസ് എനിക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പോയി ഫ്ലട്ടർ ബബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഇമേജ് നമ്മുടെ ഡിസൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവും. അങ്ങനെ ആ വിഡ്ജറ്റ് നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് ഉറപ്പായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഒരു ബിഗിനർ ലെവൽ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഫ്ലട്ടർ ഡെവലപ്പ് ആകാൻ സാധിക്കും. പിന്നെയുള്ളത് ഇതിന്റെ വൈബ്രന്റ് ഫ്ലട്ടർ കമ്മ്യൂണിറ്റി. ഓക്കെ, സ്പീഡ് ഒന്ന് കുറയ്ക്കാവോ? ഭയങ്കര സ്പീഡിലാ പോകും. ഓക്കെ സോറി. ഓക്കെ, ഇതിന് ക്ലിയർ ഡോക്യുമെന്റേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവൻ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു എന്താ ലൈക്ക് ഒരു ലോഗിൻ പേജ് നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡ് വേണം, ഒരു ബട്ടൺ പേജും വേണം. ആ ബട്ടൺ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യണം നമുക്കറിയത്തില്ല. അത് ടെക്സ്റ്റ് ഫീൽഡ് കഴിഞ്ഞിട്ടാണ് ബട്ടൺ പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ അത് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. ഓക്കെ, ആ മെത്തേഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 70% നിങ്ങൾക്ക് പെട്ടെന്ന് ഡെവലപ്പറാകാനുള്ള ഉദ്യോഗം. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് ക്രോസ് പ്ലാറ്റ്ഫോമിൽ റിയാക്ട് നേറ്റീവ് ആണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നുള്ള കാര്യം. പക്ഷെ അതൊരിക്കലും അല്ല. റിയാക്ട് നേറ്റീവ് പണ്ട് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് ആണ്. പണ്ട് അത് ജാവയായിരുന്നു, അത് റിയാക്ട് നേറ്റീവ് ആയി. പിന്നെ സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ iOS-ലാണ് സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലട്ടറിന്റെ ഉപയോഗിച്ചെങ്കിൽ ഇതിന്റെ ഹ്യൂജ് റെൻഡർ സിസ്റ്റം കാണാൻ നമുക്ക് അതിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ഉള്ളതാണ്. റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ആപ്പ് ക്രോമിൽ റണ്ണായി, ക്രോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ റണ്ണായി, ആ റണ്ണായ നിങ്ങൾക്ക് ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡിസൈനിന്റെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് അതിനെയാണ് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ റിവ്യൂ പാക്കേജ് നടത്തുന്നതിന് കാരണം ഇപ്പം നമ്മുടെ iOS ഉപയോഗിക്കുന്ന രീതിയിലുള്ള വിഡ്ജറ്റ് ലൈബ്രറീസ് നമുക്ക് ഇരിക്കും. അപ്പോഴത്തേക്ക് അതിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ഹൈ ആനിമേഷൻ ഹൈ VFX നമ്മുടെ ആപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റെൻഡറിങ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി പെർഫോമൻസ് നമുക്ക് ഇത് ലഭിക്കും. ഓക്കെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് എന്താണ് ഫ്ലട്ടർ ഡെവലപ്മെന്റ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ 3 മിത്തുകൾ സോൾവ് ആക്കി കഴിയുമ്പോൾ തന്നെ എന്താണ് ഫ്ലട്ടർ ഡെവലപ്മെന്റ് എന്നുള്ളത്. ആദ്യം പറഞ്ഞ പോലെ ഈ ടാസ്ക് ലാംഗ്വേജ് ആണ് ചെയ്യുന്നത്, ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ് ഉപയോഗിക്കുന്നത്, ഗൂഗിളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യം പറയും. കാരണം ആദ്യം ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ ഫ്ലട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ. നാളെ നിങ്ങളോട് ഒരാൾ കഴിയുമ്പോഴത്തേക്കും എന്താണ് ഫ്ലട്ടർ ഡെവലപ്മെന്റ് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പറയാം ഇത് ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണെന്നും ഒരു നോ കോഡ് ബേസ് സിംഗിൾ കോഡ് ബേസ് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ iOS ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിന്റെ ഫങ്ഷനാലിറ്റീസ് ആണ്. നിങ്ങൾ ബോട്ട് വേയോട് വരുന്നുണ്ട്, ചേഞ്ച് കാണാൻ പറ്റും. അതാണ് പറഞ്ഞത് നമ്മൾ എവിടെയാണോ കോഡിങ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ആ കോഡ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കസ്റ്റമൈസുകൾ വെച്ചിട്ടാണ് യൂസർ ബേസ്ഡ് ഡിസൈൻ ടെക്നിക്കാണ് ഫ്ലട്ടർ ഡെവലപ്മെന്റ് വരുന്നത്. പിന്നെ നമുക്കൊരു വർക്കൗട്ടിലേക്ക് പോവാം. നിങ്ങൾ ലാസ്റ്റ് ടൈം യൂസ് ചെയ്ത ഒരു ആപ്പ് അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ iOS-ലും ആൻഡ്രോയിഡിലും വെബ് ആപ്ലിക്കേഷനിലും വരുന്ന ഒരു ആപ്പ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിം കാണണം. ആ ഫിലിം കാണാൻ നിങ്ങൾ എന്താ ആദ്യം ചെയ്യുന്നത്? മൈഷോ ഓപ്പൺ ആക്കും. മൈഷോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ലോൺ സ്ക്രീൻ കാണും, ഒരു സ്മാർട്ട് പേരും കാണും, അതിൽ മൈഷോയുടെ ലോഗിൻ കാണും. സ്മാർട്ട് സ്ക്രീൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഹോം സ്ക്രീനിലേക്കാണ് വരുന്നത്. നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്ക് കാണും. എന്നിട്ട് നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ക്ലിക്ക് ചെയ്ത് അത് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ടൈം സെലക്ട് ചെയ്യാം, നമുക്ക് വേണ്ട സീറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ശേഷത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പേയ്മെന്റ് ട്രാക്കിങ്ങാണ് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് മൂവി നമ്മൾ പടം വെയിറ്റ് ചെയ്യും. പിന്നെ അതിനനുസരിച്ച് റെക്കമെൻഡേഷൻ വരും. നമുക്ക് ഈ ആപ്പ് 3 പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. വെബ്സൈറ്റ് അവൈലബിൾ ആണ്, iOS അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ ഇതിന്റെ ഡെവലപ്പേഴ്സിന് എത്ര സമയം എടുത്തതാണ് എല്ലാവരും ചാറ്റ് എന്ന് പറയാമോ? ഒരു 6 months ഒരു 4 months 4 months. ഓക്കെ, എല്ലാവരും 1 month എന്താണോ? ഓക്കെ.
പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു 2 to 3 months അത്രയാണ് വേണ്ടി വരുന്നത്. അതിപ്പം ഇൻ കേസ് അത് നമ്മൾ ബെറ്ററിലാണ് ചെയ്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ 3 പ്ലാറ്റ്ഫോമിൽ ആപ്പ് ബിൽഡ് ചെയ്തപ്പോൾ 3 ഡെവലപ്പർ, നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ കാണുമ്പോഴത്തേക്ക് 3 പ്ലാറ്റ്ഫോമിന് വേണ്ടി 3 ഡെവലപ്പറെ നമ്മൾ ഹയർ ചെയ്യും. പക്ഷെ ബെറ്ററിന്റെ വരവോടുകൂടി നമുക്ക് ആ ഒരൊറ്റ കോഡി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാം, iOS കൊണ്ട് പ്ലേസ് ചെയ്ത് iOS ആപ്പ് ഡെവലപ്പ് ചെയ്യാം, വെബ്സൈറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ 2-3 മാസം എടുത്ത ഒരു ആപ്പ് ബെറ്റർ ഉപയോഗിച്ച് 1 month കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമ്മുടെ മാത്രം ടൈം അല്ല, മീൻസ് അത് കുറയ്ക്കുന്നത്. കുറെ ക്ലൈന്റ് സൈഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ക്ലൈന്റിന് എന്താ വേണ്ടത്, ചെറിയ ടൈമിനുള്ളിൽ ചെറിയ കോസ്റ്റിനുള്ളിൽ അയാൾക്ക് അയാളുടെ ആപ്പ് ബിൽഡ് ചെയ്ത് കിട്ടണം. ഇപ്പൊ ക്ലൈന്റ് കൊണ്ട് കമ്പനിക്ക് ഒരു വർക്ക് കൊടുക്കും, ക്ലൈന്റ് പറയും ഇത് പെട്ടെന്ന് കിട്ടണം, അധികം വർക്കേഴ്സിനെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ പഴയ ആസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോഴേക്ക് 3 ഡെവലപ്പേഴ്സിന് ആ കമ്പനി ആവശ്യം. ഫ്ലക്സ് ഉപയോഗിക്കുമ്പോഴേക്ക് അവർക്ക് വേണ്ടി ഒരു ഡെവലപ്പറെ ആവശ്യം പറ്റും. ആ ഒരു ഒറ്റ ഡെവലപ്പർ തന്നെ ആ കോഡ് ചെയ്തിട്ട് ഒരു 1 month കൂടി നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. ആ ഒരു ആസ്പെക്റ്റിലാണ് ഒരു ഫ്രണ്ട് ഡെവലപ്പറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് ബട്ടർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഒറ്റ ഡെവലപ്പർക്ക് തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയുമ്പോഴത്തേക്ക് കമ്പനി ഉറപ്പായിട്ട് അയാളെ തന്നെ ആയിരിക്കും ഹയർ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഏതൊക്കെ കമ്പനീസ് ആണ് ഇന്ന് ബട്ടർ ഉപയോഗിക്കുന്നത്? ഗൂഗിൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഗൂഗിളിന്റെ എല്ലാ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗൂഗിൾ ക്രോം ആയിക്കോട്ടെ, ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഗൂഗിളിന്റെ എല്ലാ പ്രൊഡക്റ്റും ഇപ്പം ബട്ടറിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും 2017 ബട്ടർ ലോഞ്ച് ചെയ്യുന്നത്. 2017 സ്റ്റാർട്ട് ചെയ്തിട്ട് 2017 ബട്ടർ ലോഞ്ച് ചെയ്യുന്നത്. 2017 ഗൂഗിൾ ക്രോം ആകെ ജാവയിലാണ് യൂസ് ചെയ്യുന്നത്. ബട്ടറിന്റെ വരവോട് കൂടി ക്രോമിന് എന്തുമാത്രം ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർട്ടിലാണെങ്കിലും അതിലുണ്ടായിരുന്ന ചേഞ്ചസിനാണ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ട് ക്രോം യൂസ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അതുപോലെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പോലും പണ്ടത്തെ യൂട്യൂബ് ഇന്റർഫേസ് ഇപ്പോൾ അത് ഈ റെസ്പോൺസീവ് ഡിസൈനിന്റെ ഈ റിച്ച് യുഐയുടെയും അതിന്റെ പെർഫോമൻസിന്റെ വ്യത്യാസമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അലിബാബ പോലുള്ള സൈറ്റ്, പിന്നെ എല്ലാവർക്കും എക്സാമ്പിൾ BMW സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അതെന്തുമാത്രം ക്വാളിറ്റിയോടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ബെറ്റർ ഉപയോഗിച്ചാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ടെൻസെന്റ് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മുടെ BGM അല്ലെങ്കിൽ PUBG ബാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ്. ഇത് ഗെയിം ഡെവലപ്മെന്റ് ഫ്രെയിംവർക്കിനും ടെൻസെന്റ് ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പോൾ യൂണിറ്റി ഗെയിം ഡെവലപ്മെന്റിന്റെ ഒരു വിങ് ആണ്. ആ യൂണിറ്റി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ബെറ്റർ ഉപയോഗിച്ചാണ് അവർ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് MNC ആൾക്കാരെ ഹയർ ചെയ്യുമ്പോഴത്തേക്ക് സ്മോൾ കമ്പനീസിലേക്ക് ക്ലയന്റ് നമുക്കും ഫ്ലക്ടർ ഉപയോഗിച്ച് തന്നെ ആപ്പ് മതി എന്ന് പറയുന്നത്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് കുറവാണ്, ടൈം കുറവാണ്. എന്തുകൊണ്ട് സ്മോൾ കമ്പനീസും ഫ്ലക്ടർ ഡെവലപ്പറെ ഹയർ ചെയ്യും? അപ്പോഴാണ് നിങ്ങൾ ബ്ലഡ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെ കൊളാബറേഷനുള്ള ഒരു ഡിസൈനിങ് ടൂളാണ് ബ്ലഡ് എന്നുള്ളത്. ആ ബ്ലഡ് എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് ബ്ലഡ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ കൺവേർട്ട് ചെയ്ത കോഡിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇതുപോലുള്ള കമ്പനീസ് കൂടുതലായിട്ട് ബ്ലഡ് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹയറിങ് വരുമെന്ന് വേറെ ഡെവലപ്പേഴ്സിനേക്കാളും. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞു എന്താണ് പ്ലാറ്റ്ഫോം എന്നും എന്താണ് ഫ്രണ്ട് ഡെവലപ്മെന്റ് എന്നും എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണെന്നും. അപ്പൊ നിങ്ങൾ ഒരു ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് വരികയാണ്. അതിപ്പോ ഏത് സ്ട്രീമിൽ നിന്നായിക്കോട്ടെ, അതിപ്പോ നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, IT ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, നിങ്ങൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിന് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, റിയാക്ട് നേറ്റീവ് ആയിക്കോട്ടെ, ഇതെല്ലാം ബാക്കി നിർത്തി നിങ്ങൾ ഫ്ലക്ടർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ബിൽഡ് റൺ അവൈലബിൾ. അതായത് നിങ്ങൾ ഒറ്റ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും പോയി റൺ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിയർ ലേഔട്ട് ആണ്, സ്മൂത്ത് ആനിമേഷൻ ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ റെൻഡറിംഗ് എൻജിൻ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഏത് ആനിമേഷനിലും വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ റാപ്പിഡ്ലി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രേറ്റ് എഫിഷ്യൻലി ആണ്. നമ്മുടെ മാർക്കറ്റിംഗ് ഫാസ്റ്റ് ഫ്ലക്ടർ ആണ്. അതുകൊണ്ടാണ് ക്ലയൻസ് ഇപ്പോൾ കൂടുതലായിട്ട് ഫ്ലക്ടർ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്കേലബിലിറ്റി വളരെ വരുന്നതാണ്. കാരണം മന്ത്ലി നമുക്ക് ഗൂഗിൾ ഫ്ലക്ടറിന്റെ അപ്ഡേറ്റ് വരുന്നത് ലേറ്റസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് 3.22 നമുക്ക് ഗെയിം വരെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലഗിൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമുക്കൊരു ഗൂഗിൾ മാപ്പിന്റെ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യാനാണെങ്കിൽ പോലും ഒരു എന്താ ഒരു ബേസിക് ഗെയിമിന്റെ സെക്ടർ ആണെങ്കിൽ പോലും നമുക്ക് പുതിയ വേഷം വെച്ച് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് ഡേറ്റിലൂടെ ഇവർ അപ്ഡേറ്റ് ചെയ്ത് ഒപ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ് ഫ്ലക്ടർ എന്നുള്ളത്. പിന്നെ ഇതാണ് ഏറ്റവും വലിയ ഫ്ലക്ടറിന്റെ ഫ്യൂച്ചർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്താല
അറിയത്തില്ലല്ലോ. ഓക്കെ, ഗൂഗിളല്ലേ ഡെവലപ്പ് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ തന്നെ. ജിബിയ എന്നാണ് അതിന്റെ പേര്. അത് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് ഫ്ലട്ടർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഫ്ലട്ടറിന്റെ സ്കോപ്പ് മീൻസ് ഫ്ലട്ടർ ഉപയോഗിച്ച് ഒരു ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം ഫ്ലട്ടർ ആപ്പിൽ നമുക്ക് ഇത്രയും പെർഫോമൻസും ഇത്രയും ഫാസ്റ്റ്നസും ഇത്രയും അഡ്വാൻറ്റേജ് കിട്ടുമ്പോഴത്തേക്ക് ആ ഫ്ലട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു കഴിയുമ്പോഴത്തേക്ക് അത് എന്തുമാത്രം അഡ്വാൻറ്റേജ് ആയിട്ട് വർക്ക് ആവുന്നത്. ഇപ്പോഴും അവരത് അൺഹൈഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഫീച്ചറാണ് വരുന്നത്. പക്ഷെ വന്നിട്ടുള്ള ലീക്സ് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ലീക്സാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഫ്യൂച്ചറിനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വോയിസ് എങ്ങനെയായിരിക്കും എന്നും അതിന്റെയൊക്കെ മനസ്സിലാക്കി തരും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്യൂച്ചർ എന്താണെങ്കിലും പറഞ്ഞു, ഈ ഡെവലപ്മെന്റ് ഫീൽഡിൽ വരുന്ന ഫ്യൂച്ചറാണ് നമുക്ക് നോക്കേണ്ടത്. ഫ്ലട്ടറിൽ എങ്ങനെ മെഷീൻ ലേണിംഗും AI ഇന്റഗ്രേഷനും സാധ്യമാക്കാറുണ്ട്. ഓൾറെഡി മെഷീൻ ലേണിംഗും AIയും നമ്മുടെ ഫ്ലട്ടർ ആപ്പിൽ വന്നു കഴിഞ്ഞു. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയുണ്ട്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും എല്ലാവരും തന്നെ. ഗൂഗിൾ ലെൻസ് മെഷീൻ ലേണിംഗ് AIയുമാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗൂഗിൾ ലെൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്ലട്ടർ ഉപയോഗിച്ചുകൊണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അറിയത്തില്ലാത്ത സ്ഥലത്ത് പോയി നമുക്ക് ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കും, നേരെ കോപ്പി ചെയ്യും, നമ്മൾ ബ്രൗസറിൽ പോയി സെർച്ച് ചെയ്യും. ഇത് മെഷീൻ ലേണിംഗ് ആണ് പ്യുവർലി നമ്മുടെ ഗൂഗിൾ ലെൻസിൽ നടക്കുന്നത്. പിന്നെ AI ഇന്റഗ്രേഷൻ. AI കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ഒരുപാട് മെത്തുകളുണ്ട്. AI വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡെവലപ്മെന്റ് ഫീൽഡേ നിന്ന് പോകും. വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിന് ജോബ് കാണത്തില്ല, ആപ്പ് ഡെവലപ്പേഴ്സിന് ജോബ് കാണത്തില്ല. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ AI മൊത്തത്തിൽ അഡ്വാൻറ്റേജ് എടുത്ത് വന്നിട്ടുണ്ട്, AI കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്? അങ്ങനെയാണ് ഈ ചാറ്റ് ബോക്സ് എന്ന് പറയാം. AI അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, AI വെബ് ഡെവലപ്പേഴ്സിന്റെയും ആപ്പ് ഡെവലപ്പേഴ്സിന്റെയും ജോലി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചാറ്റ് ബോക്സ് ഒന്ന് മനസ്സിലാവും AI അത്രയും ഡിഫിക്കൽട്ട് ആണെന്ന്. ഒരിക്കലും AI എന്നുള്ളത് ഇപ്പോഴും അവരത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. നമ്മളെ ഓൺലൈൻ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ് ഹൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ജോബ് പോകും, ഇനി ഡെവലപ്മെന്റ് ഇല്ല, എല്ലാം അവർ സെൽഫ് ആയിട്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴും യെസ് ഓർ നോയിലല്ലേ നമ്മുടെ AI എല്ലാം വർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ആയിട്ടാണ് ChatGPT വന്നെങ്കിൽ പോലും ChatGPTക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. ChatGPT വന്നതിന് ശേഷം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ കുറെ ടെംപ്ലേറ്റ് വെച്ച് കുറെ AIസും വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ AI കാരണം നമ്മുടെ ജോലി പോകുന്നോ ഡെവലപ്മെന്റ് എന്തെങ്കിലും ലാഗ് വരുമോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം പ്രകൃതി തന്നെ AI ഇന്റഗ്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫീച്ചർ ക്രിയേഷൻ പോലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം തന്നെ പറഞ്ഞ സ്ട്രോങ്ങർ ഡെവലപ്പർ കമ്മ്യൂണിറ്റി എന്ന ആ കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ എറേഴ്സും എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ പോയി ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ. പിന്നെ നിങ്ങൾ ബെറ്റർ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിസിപ്പൻസ് ആണ് നിങ്ങൾക്കും നിങ്ങളുടെ അറിവ് അവിടെ ഷെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മളെ തന്നെ അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് എല്ലാവർക്കും അതിന്റെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിന്റെ ഭാഗമായി നല്ല സാധ്യത നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ അവസാനമായിട്ട് വരുന്നതാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിലേക്ക് വരണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ടൈം അത് അനുവദിക്കത്തില്ല. അതുപോലെ ഗൂഗിൾ അത് ഒഫീഷ്യലി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുന്നത് ഏതൊക്കെ റോൾസിലാണ് നിങ്ങൾ പ്ലേസ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം കാരണം നമ്മൾ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് ആവും. അത് നമുക്ക് എന്തൊക്കെ സാലറിയാണ്, ഏത് ലെവലിലാണ് നമുക്ക് സാലറി കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ബിഗിനർ എന്നുള്ള രീതിയിൽ നമ്മളൊരു കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 to 1 month നമ്മളൊരു ഫ്രണ്ട് ഡെവലപ്പറിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട് ഡെവലപ്പർ എന്നുള്ള പൊസിഷനാണ് നമ്മൾ എത്തുന്നത്. പിന്നെ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ശേഷം ഒരു ജൂനിയർ ഫ്രണ്ട് ഡെവലപ്പർ എന്നുള്ള ഒരു ഏരിയയിൽ ഒരു അസോസിയേറ്റ് ഫ്രണ്ട് ഡെവലപ്പർ ആവുന്നു, പിന്നെ സീനിയർ ഫ്രണ്ട് ഡെവലപ്പർ ആവുന്നു, പിന്നെ ഫ്രണ്ട് ആർക്കിടെക്ട്. അങ്ങനെ നമ്മൾ ഹയറാർക്കി നമ്മുടെ ഗ്രോത്തിലേക്ക് കാണുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ബാക്കിയുള്ള ജാവ ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, റിയാക്ട് ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, പൈത്തൺ ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, അവരൊരു ഇന്ത്യൻ ലെവലിൽ നിന്ന് ജൂനിയർ ലെവലിലേക്കും അസോസിയേറ്റ് ലെവലിലേക്കും ഇയേഴ്സ് ഓഫ്
എക്സ്പീരിയൻസ് കൊണ്ടാണ് എത്തുന്നത്. പക്ഷെ നമ്മൾ ഫ്ലട്ടറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു 2 years അല്ലെങ്കിൽ 3 years 4 years ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രോത്ത് ഹൈ ആവാൻ കാരണം നമുക്ക് ഡിമാൻഡ് അത്ര ഉള്ളത് കൊണ്ടും നമുക്ക് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാവുന്നത് കൊണ്ടും ഡേ ടു ഡേ ആയിട്ട് വരുന്ന അപ്ഡേറ്റഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ലെക്ചറേറ്റ് ആയിട്ട് ഈ ഫ്ലട്ടർ ഡെവലപ്മെന്റ് ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതൊക്കെ ബിഗ് കമ്പനീസ് ഒരു ഡെവലപ്പറായിട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന റോൾസ് അവിടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഓരോ ഡീറ്റെയിൽ ആണ്. ഒരു വലിയ MNC പോലുള്ള കമ്പനിയിലാണെങ്കിൽ നമ്മൾ ടെക്നിക്കൽ പ്രൊഡക്ട് മാനേജർ എന്നുള്ള ലേബലിലാണ് ഡെവലപ്പർ ഹയർ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ ചെറിയ കമ്പനീസ് പെട്ട ഡെവലപ്പർ എന്നുള്ള ഈ ലേബലിലാണ് നമ്മളുടെ ജോലി ചെയ്യുന്നത്. ഇതാണ് നമുക്കൊരു ഏണിങ്സ്. അതായത് നമ്മൾ പറഞ്ഞ പൊസിഷനിൽ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഗ്രോത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഒരു ഫ്രണ്ട് ഡെവലപ്പർ ആയിട്ട് ഒരു കമ്പനിയിൽ ഒരു ഫ്രഷർ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അത് വിഹിതം എന്നുള്ള രീതി അയാൾക്ക് ഒരു 2-3 LPA അത് ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഫ്രണ്ട് ഡെവലപ്പേഴ്സിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ്. പിന്നെ ഒരു ജൂനിയർ ഡെവലപ്പർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു 5% LPA. പിന്നെ അങ്ങനെ സീനിയോറിറ്റി അനുസരിച്ച് സീനിയർ ഫ്രണ്ട് ഡെവലപ്പർ ആകാം, ഫ്രണ്ട് ആർക്കിടെക്ട് ആകാം. അങ്ങനെ നമ്മളൊരു ടെക്നിക്കൽ പ്രൊഡക്ട് മാനേജർ അല്ലെങ്കിൽ ടെക്നിക്കൽ ലീഡർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു 12+ LPA വരെ നമുക്ക് എയിം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് പെട്ടെന്ന് നമുക്ക് തുറന്നു കിട്ടുന്നത്. പിന്നെ ഏതൊക്കെ ടൂൾസ് പഠിച്ചാലാണ് നമ്മൾ ഫ്രണ്ട് ഡെവലപ്പർ ആകുന്നത്? ഓഫ് കോഴ്സ് ഡാർട്ട് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പോഴും ക്ലിയർ ആയിട്ട് തന്നെ ഡാർട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫ്ലട്ടർ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കുമാണ്. ഫ്ലട്ടർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഡാർട്ട്. നമുക്ക് ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള 2 കാര്യങ്ങളാണ് ഡാർട്ട് സ്പീക്കിംഗ്, ഫ്ലട്ടർ സ്പീക്കിംഗ്. പിന്നെ വേണ്ട 2 IDs, അതായത് നമുക്ക് വർക്ക് ചെയ്യേണ്ട പ്ലാറ്റ്ഫോംസ് ആണ് വിഷ്വൽ സ്റ്റുഡിയോ ആൻഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഈ 2 പ്ലാറ്റ്ഫോംസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ആപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗൂഗിൾ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുന്നത്. അത് വൺ ഡേ നമ്മുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള ജമ്പ് ചെയ്യാം. നമ്മളിപ്പം ഇന്റർവ്യൂസിന് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഇന്റർവ്യൂവിന് ഒരു കമ്പനിയുടെ മുമ്പിൽ പോയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഷോക്കേസ് ചെയ്യാം. മീൻസ് നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുറെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എല്ലാം നമുക്കത് ഷോക്കേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മീഡിയോ അതുപോലെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ചെയ്ത് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, മീൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആണോ, എല്ലാ കാര്യങ്ങളും മീഡിയം വഴി. പിന്നെ ഓഫ് കോഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ടൂളാണ് ഫയർബേസ്. ഓൾമോസ്റ്റ് ഫയർബേസ് ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റാണ്. ഫയർബേസ് ഒരു ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതിൽ റിയൽ ടൈം ഡാറ്റയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അത് സാധാരണ ഒരു SQL മോംഗോഡിബി പോലെ ബാക്കിനേക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്കറിയാം. അതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓതന്റിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. ക്ലൗഡ് സ്റ്റോറേജിന്റെ ഒരു ബിഗ് ഫയൽ തന്നെ നമുക്ക് അത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ക്രാസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്രാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ആപ്പ് നമ്മളിപ്പം ഫ്ലട്ടർ കണക്ട് ചെയ്ത് ഫയർബേസ് ബാക്കിൻ്റെ ആയിട്ട് പ്രൊജക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ പാസ്വേഡ് അടിച്ചു, ക്രെഡൻഷ്യൽസ് അടിച്ചു, പക്ഷെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. എറർ കാണിക്കും. ആ എറർ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ അടിച്ച പാസ്വേഡിലോ അല്ലെങ്കിൽ കൊടുത്ത ക്രെഡൻഷ്യലോ ആക്ടിങ് ചെറിയാകും. അപ്പൊ നമ്മൾ ഈ ക്രാസ്റ്റിക്സ് ഇനേബിൾഡ് ആണെങ്കിൽ നമ്മളെ ക്രാസ്റ്റിക്സ് പോയി നോക്കിക്കഴിയുകയാണ് നമ്മുടെ ആപ്പിന്റെ ഏത് ഏരിയയിലാണ് എറർ എന്നുള്ള രീതിയിൽ കാണിക്കും. അങ്ങനെ ഒരു ഗൂഗിൾ അനലിറ്റിക്സ്, അതായത് നമ്മുടെ ആപ്പിന്റെ ഫുൾ വർക്ക് അത് ഏറ്റവും നമുക്ക് ഫയർബേസ് വഴി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ OTP വെരിഫിക്കേഷൻ, GPS ഫോർവേഡ് പാസ്വേഡ്, അതുപോലെ ഒട്ടനവധി ഓപ്ഷൻസ് നമുക്ക് ഫയർബേസ് വഴി ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലട്ടർ ഡെവലപ്പർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബാക്ക്-എൻഡ് എന്നുള്ളത് ഫയർബേസ് ആണ്. പിന്നെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്ലസ് എന്നുള്ളത്. അത് നമ്മുടെ പോർട്ട്ഫോളിയോ കൊളാബ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ ഒരു AI ടൂളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എന്താണോ നമുക്ക് വേണ്ടത്, നമുക്കിപ്പോൾ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ പേജിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത് ആ ഒരു ഡീറ്റെയിൽ കൊടുക്കുക. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുക. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് ഡിസൈൻ എടുക്കുക. ആ ഡിസൈനെ കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിഷ്വൽ സ്റ്റുഡിയോ ഇട്ടിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പ്ലസിന്റെ ഉപയോഗം. ഓക്കെ. പിന്നെ ജെമിനി ChatGPT പോലുള്ള AI കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എല്ലാവരും ChatGPT, ജെമിനി പോലുള്ള AI ടൂൾസാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തിയറിറ്റിക്കലായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈവൻ അത് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, പ്രാക്ടിക്കലി നമ്മൾ ലൈവ് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് അത് എന്തുമാത്രം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം കേസിൽ ഒരാളാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബോട്ട് പീരിയോഡ് എന്താ, ഡാറ്റ് ലാംഗ്വേജ് എന്താ, ഡാറ്റ് ലാംഗ്വേജ് ഒരുപാട് ബിഗിനേഴ്സ് കാണും. ആ ബിഗിനേഴ്സിന് ഈ ഡാറ്റ് ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാവുമോ? ഒരുപാട്
ഒരുപാട് സംശയങ്ങളാണ്. അപ്പോഴത്തേക്കും നമുക്ക് അതിനൊരു പ്രാക്ടിക്കൽ വേഷം കാണാം. ഈ ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്ക് തോന്നുന്ന രീതിയിൽ. അപ്പൊ നമുക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യും. ഞാൻ പറഞ്ഞു ഏറ്റവും ആവശ്യം നമുക്കൊരു ഡാറ്റ ടെസ്റ്റിംഗും ടെസ്റ്റിംഗും വിഷ്വൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ. ആൻഡ്രോയിഡ് എമുലേറ്റർ ക്രോമിലാണെങ്കിൽ പോലും നമ്മുടെ ആപ്പ് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് വരുന്ന ഒരു എല്ലാവരും സ്ക്രീൻ വിസിബിൾ അല്ലേ? ഇത് ഞാൻ ഡാറ്റില് ഒരു സ്മോളായിട്ട് ഒരു പ്രൊജക്ട് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. പ്യൂർലി ഡാറ്റി ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും ലെൻസിന്റെ പ്രോഗ്രാം ആണെന്ന് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഒന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് പേര് പറഞ്ഞത് വീടിന്റെ കൗണ്ട് എടുക്കാനുള്ള പ്രോഗ്രാമാണ്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? കാരണം ഇത് ജാവയോ C++ഓ അതുപോലുള്ള ലാംഗ്വേജ് ഒക്കെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കുറെ കൺഫ്യൂഷൻ ആക്കിയിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ ഒരു ആൻസർ കിട്ടുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായത് എന്തിനാണ്. അതുപോലെ തന്നെയാണ് എല്ലാ പ്രോജക്റ്റും. അത് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കുക, ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, ആ വേരിയബിൾ നെയിമിലേക്ക് ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക, എന്നിട്ട് അതിന്റെ കൗണ്ട് എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കി അതിന്റെ ലെങ്ത് കുറച്ചിട്ട് നമ്മൾ ആ പാരൻട്രോബിന്റെ മാത്രം ആ വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ബേസിക്. അതായത് നമുക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡാറ്റിന്റെ കോഡ് വരുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡാറ്റിന്റെ സ്ട്രക്ചർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഡാറ്റ എന്ന് പറയുന്നത് ഹ്യൂമൻ റീഡർ, അതായത് ബേസിക് ഇംഗ്ലീഷിന്റെ രീതി വരുന്നുള്ള ഒരു ലാംഗ്വേജ് ആണെന്നുള്ളത്. ഒരു ബിഗിനർക്കാണെങ്കിലും ഓൾറെഡി പ്രൊജക്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ എന്നുള്ളത്. പിന്നെ പറഞ്ഞിരുന്നു ഫ്ലട്ടറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ബോട്ട് റീലോഡ്, ബോട്ട് റീസ്റ്റാർട്ട്, അങ്ങനെ മുതലായ ചില കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വേറെ പല ലാംഗ്വേജ് ആണെങ്കിലും നമ്മളിപ്പോൾ എറർ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ദ ബിഗിനിങ് പോയി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇതിപ്പോ നമ്മളൊരു ക്ലയന്റിന് വേണ്ടി വോയിസ് വഴി നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ ഈ കാർട്ട് എന്നുള്ള പേര് കണ്ടില്ല. ആ കാർട്ട് എനിക്ക് ഒന്ന് മാറ്റിയിട്ട് എന്താ ഒരു പേയ്മെന്റ് എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യണം. ബാക്കിയുള്ള ലാംഗ്വേജ് പ്ലാറ്റ്ഫോമിലൊക്കെ എങ്ങനെയാണ്, ഫ്രെയിംവർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ആദ്യം പോയി വിക്കിയിൽ പോയി സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഫ്ലട്ടറിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മോളർ അടിച്ചു കഴിഞ്ഞാൽ റീലോഡാകും. കണ്ടോ, ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ്. അത് ഇൻ എറർ ആണെങ്കിൽ പോലും അതിലോട്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം മറ്റുള്ള ലാംഗ്വേജ് നമ്മളൊരു 3-4 തവണ എടുക്കുന്ന ടൈം നമ്മളൊരു 2-3 സെക്കൻഡ് കൊണ്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഈ വരുന്നത്. പിന്നെ ഞാൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് SDKയും ഡാറ്റ സ്റ്റിക്കും ബട്ടർ സ്റ്റിക്കും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. ബാക്കി ഇൻസ്റ്റലേഷനും കാര്യങ്ങളുടെല്ലാം സീരീസ് തന്നെ നമുക്ക് ഇത് വരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് പറഞ്ഞല്ലോ എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ആവും. ഇപ്പൊ ഞാൻ ആൻഡ്രോയിഡ് എമുലേറ്റർ, ഈ എമുലേറ്ററിൽ തന്നെ വർക്ക് ആവുന്നതാണ് നമ്മുടെ മൊബൈലിലും വർക്ക് ആവുന്നത്. അപ്പൊ നമുക്കൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സെലക്ട് ചെയ്യാം, ബട്ടർ പ്രൊജക്ട് സെലക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം, ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഒരു പേരിട്ടിടുന്നു. ഓക്കെ, അതിന്റെ ടെംപ്ലേറ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്നത്. ഒരു ഫ്ലട്ടർ ആപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലട്ടർ തന്നെ നമുക്ക് ഒരു ബേസിക് ആപ്പ് നമുക്ക് ഇവിടെ
അതിപ്പോ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇന്റർഫേസിൽ പോവുക, കൊടുക്കുക, കണ്ണുകൊടുക്കുക. ഓക്കെ, നമ്മൾ എമിലേറ്ററിലാണെങ്കിൽ എമിലേറ്റർ രണ്ടാവും, അല്ലെങ്കിൽ ക്രോമിയ വേണമെങ്കിൽ ക്രോമിയ നമുക്ക് രണ്ടാവും. അത് ഏത് പ്ലാറ്റ്ഫോം ക്രോം കൊടുക്കണോ, എഡ്ജ് കൊടുക്കണോ, എമിറേറ്റ്സ് കൊടുക്കണോ? ഞാൻ ക്രോം കൊടുക്കും. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വരുന്നത് ഇതാണ്. ഇതിപ്പോ നമ്മൾ ആൻഡ്രോയിഡ് എമിലേറ്റർ റൺ ചെയ്താലും ഈ ക്രോമി റൺ ചെയ്താലും റെസ്പോൺസീവ് ഡിസൈൻ ആയതുകൊണ്ട് നമ്മളിത് എങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഏത് ഡിസൈനിലാണോ നമ്മുടെ ആപ്പ് റൺ ചെയ്യുന്നത്, ആ ഡിസൈനിന്റെ സ്പെസിഫിക്കേഷൻ, ആ ഡിസൈനിന്റെ ഫിറ്റ്സ് അനുസരിച്ച് നമുക്ക് ആപ്പ് റൺ ആയി കിട്ടും. അതും അതിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, നമ്മളപ്പം തുടക്കം തൊട്ട് തന്നെ നമ്മള് എന്താണ് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പഠിച്ചു, എന്താണ് ഫ്രണ്ട് ഡെവലപ്മെന്റ് എന്ന് പഠിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്ന് പഠിച്ചു, പിന്നെ ഒരു നിങ്ങളുടെ കരിയർ പാത്ത് ആയിട്ട് എന്തുകൊണ്ട് ഫ്രണ്ട് ഡെവലപ്മെന്റ് ചൂസ് ചെയ്യണമെന്ന് പഠിച്ചു, നമ്മള് റോൾസ് പഠിച്ചു, നമ്മൾ എന്തുമാത്രം ഗ്രോ ചെയ്യുമെന്ന് പഠിച്ചു, പിന്നെ ഏതൊക്കെ ടൂൾസ് വേണമെന്ന് നമ്മൾ നോക്കി. ഓക്കെ, ഒരു ബേസിക് രീതിയിലുള്ള ഒരു സ്ട്രക്ചറെ നമ്മൾ മൊത്തം ബെറ്റർ ഡെവലപ്മെന്റ് ചെയ്ത് നോക്കി. ഓക്കെ, ഇനിയാണ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഡെവലപ്പർ ആയ എന്റെയും പോർട്ട്ഫോളിയോ ബിൽഡിന്റെയും കൂടെ ഒരു 5 മാസം നിങ്ങൾക്ക് തരാൻ പറ്റും, ഉറപ്പായിട്ടും ആകാൻ പറ്റുന്നതാണ്, എങ്ങനെ ആകാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രീമിയം ബെറ്റർ ഡെവലപ്മെന്റ് കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ആദ്യം തന്നെ വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡാർക്ക് ലാംഗ്വേജ് ആണ്. ഡാർക്ക് ലാംഗ്വേജിന്റെ അതായത് ഡാർക്ക് ലാംഗ്വേജ് എങ്ങനെയാണ് പ്രോഗ്രാം പറയുക എന്ന കാര്യം നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നെ ഫ്ലറ്ററിന്റെ വിജറ്റ്, അതായത് ഒരു ഹ്യൂജ് വിജറ്റ് ലൈഫ് സൈക്കിൾ തന്നെ നമുക്ക് കട്ടി വരുന്നത്, അത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓരോ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ ആർക്കിടെക്ചർ യൂസ് ചെയ്യാം. കാരണം ഒരു ആർക്കിടെക്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ വേറൊരു ഡെവലപ്പർ വന്ന് നമ്മുടെ പ്രോഗ്രാം ഫസ്റ്റ് കണ്ടാൽ പോലും അയാൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് എൻഡ് ടൂൾസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ബാക്ക് എൻഡ് ടൂൾസ് ആദ്യം തന്നെ പറഞ്ഞാൽ ഫയർബേസ് ഓഫ് കോഴ്സ് ഇത് വരുന്നുണ്ട്. പിന്നെ നോഡ് ജെയിൻസ് ബാക്ക് എൻഡ് വരുന്നുണ്ട്. API ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഡെവലപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് API ഇന്റഗ്രേഷൻ. കാരണം API ഇന്റഗ്രേഷൻ വഴിയാണ് നമ്മൾ എല്ലാ ആപ്പുകളും റൺ ചെയ്യുന്നത്. പിന്നെ ഡിസൈൻ ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെ കൂടെ നിങ്ങൾ ബെറ്റർ ഡെവലപ്മെന്റ് കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് വരുന്നുണ്ട്, ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പ്ലേസ്മെന്റ് റിലേറ്റഡ് ക്ലാസ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത തിയറികളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയാണ് വേണ്ടത്, ആ ജോലി ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. മീൻസ് ലൈഫ് പ്രൊജക്ട് രീതിയിലാണ് നമ്മൾ ലൈഫ് പ്രൊജക്ട് കൊടുക്കുന്നത്. പോർട്ട്ഫോളിയോ ടെക്സ് എന്ന ഡെവലപ്മെന്റ് കമ്പനിയുടെ കീഴിലാണ് നമ്മള് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അതുപോലെ തന്നെ ഇന്റേൺഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ലൈഫ് പ്രൊജക്ടിന്റെ പറഞ്ഞ പോലെ തന്നെ റിയൽ വേൾഡ് പ്രൊജക്ടിന്റെ ലൈഫ് പ്രൊജക്ട് നമ്മൾ പോർട്ട്ഫോളിയോ ടെക്സ് വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ കൊളാബറേഷനും പറഞ്ഞു പ്ലസുമായിട്ടുള്ള കൊളാബറേഷൻ. പിന്നെ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് ഇതിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുന്നത് മിക്കവരും തന്നെ ജോയിൻ ചെയ്തതായിരിക്കും പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെ കമ്മ്യൂണിറ്റി വഴിയായിരിക്കും. അതിന്റെ ലൈഫ് ടൈം ആക്സസ് ആണ് വരുന്നത്. അതിന്റെ ലൈഫ് ടൈം ആക്സസ് എന്തുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഹൈറിംഗ് പോസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഹാക്കത്തോൺസ് വരുന്നുണ്ട്, ഡെവലപ്പേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിറ്റിയിൽ വരുന്നു. പിന്നെ ഫ്രീലാൻസിങ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്
ആയിട്ട് ക്ലയന്റിനെ കണ്ടുപിടിച്ച് ക്ലയന്റിന് വേണ്ടി പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ റിസ്യൂ പ്രിപ്പറേഷന് നമുക്ക് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ കോഴ്സിൽ വരുന്ന പ്രോജക്റ്റിന്റെ ലിസ്റ്റാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രൊജക്ട് നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്തേക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയുടെ മുമ്പിൽ പോയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അറിയേണ്ടത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളോ, നിങ്ങൾ എന്തുമാത്രം മാർക്ക് മേടിച്ചിട്ടുണ്ടെന്നോ, നിങ്ങൾ ഏതൊക്കെ ഡിഗ്രി പാസ് ചെയ്തിട്ടുണ്ടെന്നോ, നിങ്ങൾ ഏതൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഒരു കമ്പനി നിങ്ങളെ അസസ് ചെയ്യുന്നത്. അതിപ്പോൾ മൈനർ പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് കാൽക്കുലേറ്റർ നമ്മൾ ചെയ്യും, വെതർ ആപ്പ് ചെയ്യും, അങ്ങനെ VMA കാൽക്കുലേറ്റർ അതുപോലുള്ള പ്രൊജക്ട് ചെയ്യാൻ കാരണം അത് പ്രഷർ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അതുപോലുള്ള മൈനർ പ്രോജക്റ്റ് ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ സ്ട്രക്ചർ കിട്ടും. ആ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പുകളും ചെയ്യാം. പിന്നെ വരുന്നത് ക്ലോൺ പ്രൊജക്ട്സ് ആണ്. അതായത് സോഷ്യൽ മീഡിയ ആപ്സിന്റെ ക്ലോൺ, ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സിന്റെ ക്ലോൺ. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പ്. നമ്മൾ സ്വന്തം കോഡ് ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ഏത് ആപ്പാണെങ്കിലും ഏത് ഡിസൈൻ ആണെങ്കിലും ക്ലയന്റിന് എന്താണ് ആവശ്യം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ ക്ലോൺ പ്രൊജക്ട്സ് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ് വൺ പ്രൊജക്ട്സ്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ടീമിലായിരിക്കും വർക്കാവും. ടീമിൽ വർക്കായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് കിട്ടും. ആ പ്രൊജക്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഇതിലൊരു പാർട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാതിരിക്കാനും നിങ്ങൾക്ക് അങ്ങനെ ഒരു ടീമിന് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊരു ടീം കൾച്ചർ അറിയാനും ഉപയോഗിച്ചത്. പിന്നെ കമ്പനീസ്, എല്ലാ കമ്പനീസും നിങ്ങൾ ഇന്റർവ്യൂ പോയി ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ലൈവ് പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈവ് പ്രോജക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ? ആ പക്ഷെ നമ്മൾ ഉറപ്പായിട്ട് ലൈവ് പ്രോജക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കോഡിംഗ് ടെക്കിന്റെ പേരിൽ ഒരുപാട് ലൈവ് പ്രോജക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 50+ ക്ലയൻസ് ഓൾറെഡി തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ലൈവ് പ്രോജക്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് പ്രോജക്ട് വർക്ക് ചെയ്യുന്നത് റിയൽ ടൈം ഡാറ്റ, നിങ്ങൾക്ക് റിയൽ ടൈം ആപ്പുമായിട്ട് ഒരു കണക്ഷൻ വന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ആ ജോബ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലൈവ് പ്രോജക്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലേണിംഗ് സൈക്കിൾ, നമ്മുടെ പാറ്റേൺ എങ്ങനെയാ പോകുന്നതെന്ന് പറയാം. ഓൺലൈൻ സെഷൻസ് കാണും, ഓഫ്ലൈൻ സെഷൻസ് കാണും, പ്രീ റെക്കോർഡ് സെഷൻ കാണും, പിന്നെ ഇൻട്രസ്റ്റ് എക്സ്പെർട്സ് ക്ലാസ് എടുക്കുന്ന സെഷൻ കാണും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്തു വീണ്ടും നമ്മൾ ഇതേ പാറ്റേണിൽ തന്നെ പ്രോജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റിയൽ പ്രോജക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കോഴ്സ്. പിന്നെ നമ്മുടെ പ്ലേസ്മെന്റ് എങ്ങനെയാ വരുന്നത് പറഞ്ഞാൽ, നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ തന്നെ റെസ്യൂം ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നിങ്ങൾ കമ്പനിയിൽ പോയിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും ആദ്യം അസസ് ചെയ്യുന്നത് നിങ്ങളുടെ റെസ്യൂം വെച്ചാണ്. അതിൽ ആവശ്യത്തെയും കൂടുതൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ഒരു ഫ്രം ദ ബിഗിനിങ് തൊട്ട് നമുക്ക് നിങ്ങളുടെ റെസ്യൂം വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ റെസ്യൂം ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ലിങ്ക്ഡിൻ ഓപ്ഷൻസ്, നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്, വാട്സപ്പ് അക്കൗണ്ട് ഒന്നും നമുക്ക് ഈ ഇൻഡസ്ട്രി ഫീൽഡിൽ ആവശ്യമുള്ള കാര്യമല്ല. ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓക്കെയാണോ, അത് കണ്ടിട്ട് നമ്മളെ റിപ്പോർട്ടേഴ്സ് നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അതിനാണ് നമ്മൾ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതുവഴി തന്നെ നമുക്ക് ഈസി അപ്ലൈ വഴി ഒരുപാട് കണക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ 50+ മോക്ക് ഇന്റർവ്യൂ സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതിന്റെ ഭാഗം നമ്മൾ മോൾഡ് ചെയ്തെടുത്ത് നമ്മളെല്ലാ സ്റ്റുഡൻസിനെയും പ്ലേസ്മെന്റ് എത്തിക്കാനുള്ള രീതിയിൽ നമ്മൾ മോക്ക് ഇന്റർവ്യൂ സെഷൻ. അതിനുശേഷം നമ്മൾ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യും. കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്ട്രക്ചറിൽ പഠിച്ച ഏതൊരു സ്റ്റുഡന്റിനും വരുന്ന ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടെ നമുക്ക് റിഫ്രഷ് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രോസ് പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കി, പിന്നെന്താ ഫ്ലട്ടർ എന്താണെന്ന് നോക്കി, ഫ്ലട്ടർ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കി, അതിനകത്ത് വരുന്ന കുറെ മിത്തുകൾ എന്താണെന്ന് നോക്കി, ലൈക്ക് ഇതെന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കി, ഒരു ഫ്ലട്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്മെന്റ് ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൈക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഓഫ് ഫ്രെയിംവർക്ക് നിങ്ങളെ നോക്കി പോകുമ്പോഴത്തേക്കും ഫ്ലട്ടർ ചൂസ് ചെയ്ത് നിങ്ങളുടെ കരിയർ എങ്ങനെ ചേഞ്ച് ആവുന്നു, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതി വരുമെന്ന് മനസ്സിലാക്കി, ഏതൊക്കെ ജോബ് റോൾസ് ആണെന്ന് മനസ്സിലാക്കി, ഏണിങ്സ് മനസ്സിലാക്കി, പിന്നെ നമ്മുടെ കോഴ്സിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, പോർട്ട്ഫോളിയോ ബിൽഡേഴ്സ് നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്മെന്റ് കോഴ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഫ്ലട്ടർ ഡെവലപ്മെന്റ്, പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്ലട്ടർ ആപ്പ് റൺ ചെയ്യുന്നതെന്നും കൂടെ ഒരു ഡെമോയും കാണിച്ചു. ഓൾമോസ്റ്റ് നമ്മുടെ സെഷൻ കവർ ആയിട്ട് ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് വഴിയോ മൈക്ക് ഓൺ ആക്കിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. ഇൻട്രാക്ഷൻ സെക്ഷൻ ആർക്കും അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളോ
ഞാനൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഒന്നും അല്ല പഠിച്ചത്. ഞാൻ Okay. MBA. അപ്പൊ ഞാൻ ഇത് പഠിച്ചിട്ട് എനിക്ക് പ്രയോജനം, കാരണം ബേസിക് കോഴ്സസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ഓക്കെ. ഒരു കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് അല്ല എനിക്കുള്ളത്. അപ്പൊ ഇത് പഠിച്ച് എനിക്ക് പ്രയോജനം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കിപ്പം നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും ഡെവലപ്മെന്റ് ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെ ജോബ് ട്രാക്ക് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, അതൊന്നും നമുക്ക് വിഷയമില്ല. നമ്മുടെ IT ബാക്ക്ഗ്രൗണ്ട് ആണോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ല, നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമോ, നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുക, ആ ഒരു കണ്ടന്റ് മാത്രമേ നമുക്ക് ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് അത് ഓർത്തിട്ട് ടെൻഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. MBA ആയതുകൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് വരാൻ സാധിക്കും. കണ്ടന്റ് അല്ല, ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഇത് മുമ്പോട്ടുള്ള കോഴ്സ് ആയിട്ടാണോ നമ്മൾ കോഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ. ഫീസ്? ഓക്കെ, അത് എൻഡ് ഓഫ് ദ വിഷയം നമ്മളത് പറയുന്ന Q&A കഴിഞ്ഞ് വേറെ ആർക്കും എന്തായാലും പെട്ടെന്ന് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നവരാണല്ലോ. ചാറ്റ് ബോക്സ് ആണെങ്കിലും മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. എടാ ആൾക്കാർ ഇറങ്ങി പോകുന്നു, നീ അടുത്ത കാര്യം പിച്ച് ചെയ്യും. ഓക്കെ. അപ്പം ആർക്കും അങ്ങനെ സംശയമൊന്നും ഇല്ലാതെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും ലെഫ്റ്റ് ആയി പോകുന്നതിന് നമുക്കൊരു കമ്പനി തടിയുന്ന ഒരു ബെനിഫിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ നമ്മൾ ഹ്യൂജ് ഡിസ്കൗണ്ടിലാണ് ഈ 6 മാസത്തെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓൺലൈൻ കോഴ്സിന് 382,120 ഹൈബ്രിഡ് കോഴ്സ്, അതായത് നമുക്ക് ഓൺലൈൻ സെഷൻ അത് വീക്കിലി വരുമ്പോൾ നമുക്ക് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്ന രീതിയിൽ 26,120 എന്നുള്ള രീതിയിൽ ഈ ഓഫർ 4 ദിവസത്തേക്കാണ്. നിങ്ങൾ ഇപ്പൊ ചാറ്റ് ബോക്സ് ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ടായിരിക്കും, അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുന്നതാണ്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫോം ഫിൽ ചെയ്യും, നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യും. കണ്ടന്റ് ഡെവലപ്മെന്റ് വേണ്ടി ഒരു പോർഷൻ എത്തി. ക്ലിയർ അല്ലേ അശ്വിനി? ക്ലിയർ ആൻസർ. ക്ലിയർ. ഓക്കെ. ഇതിനൊക്കെ എന്തിനും പെട്ടെന്നെ കുറിച്ചോ നമ്മുടെ കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടോ വേറെ? അല്ല, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്നെ കുറിച്ചോ, അത് നിങ്ങൾ ഏതെങ്കിലും ഡെവലപ്മെന്റ് ഫീൽഡ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഓൾറെഡി ഡെവലപ്മെന്റ് ഫീൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞല്ലോ നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആണ്, ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹിന്ദി ടെക്സ്റ്റിൽ മറ്റു യൂസ് ചെയ്യാൻ കഴിയും. ജോമൻ സാർ ചാറ്റിൽ ഒരു കമന്റ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ. നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്റർനെറ്റിൽ നമുക്ക് എപ്പോഴും കളേഴ്സ് തൊട്ട് കളർന്ന് വന്നൊരു കളർ കൊടുക്കുന്നത് ക്ലിയർ അല്ലേ? നമുക്ക് ആനിമേഷൻ യൂസ് ചെയ്ത് മൾട്ടി കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാം. ഇന്റർനെറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടെക്സ്റ്റ് നമ്മൾ ആ കൊടുക്കുന്ന കളർ മാത്രമേ അതുപോലെ ചോദിച്ചു എല്ലാവരും എന്തായാലും സംശയങ്ങൾ എല്ലാവർക്കും കാണും. ഹലോ സാർ. ഓക്കെ. സോ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മള് റീസെന്റ് ഇപ്പൊ നമ്മൾ ഗൂഗിള് കുറച്ച് എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അപ്കമിങ് ഈ വരുന്ന ഫ്യൂച്ചറില് ഇത് ഉറപ്പുണ്ടോ? ഈ ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അല്ല, അവര് ലേ ഓഫ് ചെയ്ത് ഫ്ലട്ടർ മാത്രമല്ലല്ലോ, പൈത്തൺ ഉണ്ട്, ജാവ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ ലേ ഓഫ് ചെയ്യുന്ന
അവരാണെങ്കിൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവര് മാക്സിമം ആൾക്കാരെ കുറയ്ക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഏത് ഫീൽഡാണ്, ഈവൻ ഫ്ലട്ടറിലാണെങ്കിൽ പോലും നമ്മൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ സ്കില്ലില്ലാണ്ട് നമ്മളിപ്പോ ഒരു കമ്പനി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരു നിർത്തുമോ? ഇപ്പൊ ഫ്ലട്ടർ നമുക്കറിയാം, പക്ഷെ നമ്മളെക്കാൾ സ്കില്ലുള്ള ഫ്ലട്ടറിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളവരെ നിർത്തുമോ? കമ്പനി നമ്മളവിടെ നിർത്തുമോ? ആ ഒരു സീനിയറേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്കില്ല് ഡേ ടു ഡേ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലട്ടറിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ലിങ്കറിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഫ്ലട്ടർ തന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ടെലിഗ്രാം കമ്മ്യൂണിറ്റീസ്. അങ്ങനെ ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റുന്നത്. ലേ ഓഫ് ഒക്കെ ഗൂഗിളിന്റെ ആയിട്ടുള്ള രീതി വരുന്ന അതൊന്നും നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിൾ അത് ലേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ പൊസിഷനി ആ ഫ്രണ്ട് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യാൻ പുറത്ത് ഒരുപാട് കമ്പനീസ് ആണ്. ഗൂഗിൾ ലേ ഓഫ് ചെയ്യുന്നത് വെച്ചാൽ അവരൊരിക്കലും ഡെവലപ്മെന്റ് ഇട്ട് പോകത്തില്ല. ഗൂഗിളിനേക്കാളും ഹൈ സാലറിയിൽ അവരെ വേറെ കമ്പനീസ് ഹയർ ചെയ്യാൻ കാണും. സാറ് ഫ്രഷേഴ്സിന് എങ്ങനെയാ അതിന്റെ സ്കോപ്പ് എന്ന് പറയാം? കാരണം എക്സ്പീരിയൻസിനോട് പറയാമല്ലോ കൂടുതൽ. ഓക്കെ, അതാണ് നമ്മളിവിടെ ഇന്റേൺഷിപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി ബെറ്റർ പഠിച്ചിട്ടുള്ളൂ അതോ ഡെവലപ്മെന്റ് ആയിട്ടുള്ളതാണ്? അല്ല, പഠിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, സെൽഫ് ബേസ്ഡ് ആണോ അടുത്താണ് പോകുന്നത്? എവിടെ സെൽഫായിട്ട്. ഓക്കെ, സെൽഫായിട്ട് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബെറ്റർ ഡെവലപ്പർ 0 to 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ബെറ്റർ ഈ ഒരു 2-3 months ആയിട്ട് അതിന്റെ ഒരു ബൂമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത് പൈത്തൺ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് ബെറ്ററിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രഷർ എന്നുള്ള രീതിയിൽ അതൊരു വേടനല്ല, ഉറപ്പായിട്ടും അത് വരും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പനി ഇന്റേൺഷിപ്പ് ആയിട്ട് അങ്ങനെ വല്ല നോക്കാവുന്നതാണ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോ ടെക് ഉണ്ടല്ലോ, അത് നമ്മൾ ലൈഫ് ഇന്റേൺഷിപ്പ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 month, 2 month, 3 month ഉള്ള രീതിയിൽ അങ്ങനെ ഇന്റേൺഷിപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സെൽഫ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്ന് പിന്നല്ല സെൽഫ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു കമ്പനി ഹയറിംഗ് വരുമ്പോഴത്തേക്ക് ഒരു നിങ്ങളൊരു 1 month അല്ലെങ്കിൽ 2 month, 3 months ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് അവിടെ ആയിരിക്കും വരുന്നത്. സെൽഫ് ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇന്റർവ്യൂ ട്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സെൽഫ് ബേസ്ഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ആ ഒരു കമ്പനി സ്ട്രക്ചർ വരുമല്ലോ, അപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേൺഷിപ്പിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇതിനോടും കൂടിയാണ് പറയാനാണെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഒന്ന് ചാറ്റിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിനെ കുറിച്ചോ അതോ നമ്മുടെ കോഴ്സിനെ കുറിച്ചോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്പർ ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ. ഓക്കെ, ഇനി പട്ടണത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ കോഴ്സിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, അത് കോഴ്സിന്റെ കരിക്കുലത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരുടെ ഫോം ഫിൽ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരോട് ഓക്കെ, നമ്മൾ ചാറ്റിലൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫിൽ ചെയ്തേക്കാവോ? ഇൻട്രസ്റ്റ് ഉള്ളവരോട് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഓക്കെ എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ. എല്ലാവരും ഫ്രഷേഴ്സ് ആണോ മീറ്റ് ജോയിൻ ചെയ്തേക്കുന്നത്? എല്ലാവരും ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുന്നതിന്റെ തിരക്കിലാണെന്ന് വിശ്വസിക്കുന്നു. റെസ്പോൺസ് ചെയ്യാണ് ആണോ? ഓക്കെ, ഇത് ഫ്ലട്ടറിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്?
സെന്ററിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീലാൻസ് ആണോ അതോ പിന്നെ നിങ്ങളോട് പറയാൻ ഒരു വിട്ടുപോയ കാര്യം, നമുക്കിപ്പം ജോബ് ലിവിംഗ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമ്മളിപ്പം ഫ്ലക്ടർ പഠിച്ചു, നമുക്ക് ഫ്രീലാൻസ് ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് വർക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ഒരു കമ്പനി ജോലി കിട്ടണമെന്നോ ആ കോർപ്പറേറ്റിലേക്ക് കയറണമെന്ന് പോലും ഇല്ല. നമ്മളൊരു ക്ലയന്റിനെ കണ്ടുപിടിച്ച് നമുക്ക് ഈസി ആയിട്ട് ജോബ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് അങ്ങനെ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ഒരു വർക്ക് കണ്ടുപിടിച്ചു, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഷോപ്പ്, ഒരു സലൂണോ അങ്ങനെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ട്, ആ സലൂണുകാർക്ക് വേണമെങ്കിൽ ഒരു ആപ്പിന്റെ ആവശ്യമുണ്ടായി, നിങ്ങൾ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ആപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഒരു 2 മാസം കഴിഞ്ഞ് ഇന്റർവ്യൂ കോഡ് വരും. ഇന്റർവ്യൂ കോഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരെ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് ഒരു ആപ്പായിട്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ടിപ്സ് സ്വന്തമായിട്ട് നമ്മൾ ജോലി നോക്കുന്ന രീതിയിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കരിയർ സേഫ് ആയിരിക്കും. ആ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിക്വയർമെന്റും നമുക്ക് എത്ര നാൾ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രീലാൻസ് വർക്ക് വരുന്നത്. നമുക്ക് ക്ലയന്റിന്റെ റിക്വയർമെന്റ് കാണുമല്ലോ. അതിപ്പം ഒരു ആപ്പിനൊക്കെ എങ്ങനെയാ ഫണ്ട് പറയാൻ പറ്റുക? ഒരു സലൂണിന്റെ ഒരു പറഞ്ഞില്ലേ, അപ്പൊ അതിനൊക്കെ എങ്ങനെയാ ഫണ്ട്? അത് നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മുടെ റിക്വയർമെന്റും എക്സ്പീരിയൻസും എത്ര നാളോട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മളിപ്പോ ഞാൻ പറയുന്നത് ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല നീ ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടും ആ രീതിക്കാണ്. നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് പ്രൈസ് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റിന് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ക്ലയന്റിന്റെ ഒരു ബഡ്ജറ്റ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ക്ലയന്റിനോട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, അപ്പൊ അതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ട് കൊടുക്കാം. നമുക്ക് 2 രീതിയിലാണ് നോർമലി ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ നമ്മൾ കോട്ട് കൊടുക്കാറ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കേജ് സെറ്റ് ചെയ്യാം. നമ്മൾ നോർമലി ഒരു ഇത്ര പേജസ് അല്ലെങ്കിൽ ഇത്ര ടൈം എടുക്കുന്ന ഡ്യൂറേഷൻ ഉള്ള ഒരു പ്രോജക്റ്റിന് നമുക്കൊരു കോട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആൻഡ്രോയിഡ് മാത്രമാണെങ്കിൽ ഒരു 25K അല്ലെങ്കിൽ 20K എന്നുള്ള രീതിയിൽ, ആൻഡ്രോയിഡ് വിത്ത് iOS ആണെന്നുണ്ടെങ്കിൽ ഒരു 50K അല്ലെങ്കിൽ 60K എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വെക്കാം. അല്ല നമുക്ക് ചിലപ്പോൾ 50K ഒക്കെ പറയുന്ന ടൈമിൽ ക്ലയന്റിന് അത് ഫീസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലയന്റിനോട് ചോദിക്കാം നിങ്ങളുടെ മാക്സിമം ബഡ്ജറ്റ് എത്രയാണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റുമായിട്ട് ടാലി ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലയന്റിന്റെ വർക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു റഫ് വർക്ക് ചുമ്മാ ഒരു പിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ 2 പാറ്റേൺ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലയന്റ് വർക്ക് കിട്ടാനും നമുക്ക് ആ ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതാണ്. സാർ വേറൊരു ഡൗട്ട് കൂടി ഉണ്ട്. അതായത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഹൈവേ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ആപ്പിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള യൂസേഴ്സ് ഇപ്പൊ ഇങ്ങനെയൊക്കെ യൂസേഴ്സിന്റെ ചാൻസ് അപ്പൊ അതെങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്? അത് നമ്മൾ ബാക്ക് എൻഡിലാണ് ചെയ്യുന്നത്. നമ്മൾ ഞാൻ APIയുടെ കാര്യം പറഞ്ഞത് നമ്മൾ API ചെയ്തിട്ട് അത് നല്ലൊരു സെർവറിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഹൈവിലൊക്കെ ചെയ്താൽ പറഞ്ഞാൽ തന്നെ ഐ തിങ്ക് ഒരു 100 യൂസേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ക്രാക്ക് ആവാൻ ചാൻസ്. അപ്പൊ നമ്മൾ നല്ല അതിന് ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുള്ള ബാഗേജ് യൂസ് ചെയ്യണം. നോട്ട് ചെയ്യുന്ന പോലെയുള്ള ബാഗേജ് അതൊക്കെ യൂസ് ചെയ്യണം. വേറെ ഡൗട്ട് ഉണ്ടോ? കോഴ്സായി ഫ്രീലാൻസായി ഫീസ് വൺ ടൈം പേയ്മെന്റ് ആണോ അതോ ഇൻസ്റ്റാൾമെന്റ്? ഇൻസ്റ്റാൾമെന്റ് ആണ്. നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ലേ? നമ്മുടെ കമ്പനിയുടെ കോൺടാക്ട് കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു 799409583. അല്ല അതല്ല, ഓക്കെ സോറി, ഞാനിപ്പോ മെൻഷൻ ചെയ്യാം. ഞാൻ കുറച്ച് നമ്പർ ഉണ്ടല്ലേ, 884880. ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്താൽ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഫ്ലട്ടറിനെ കുറിച്ച്
സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഫുള്ളാക്കിയിട്ട് ചെയ്യണം. ഫുള്ള് തന്നെ ഇനി ഒരു മന്ത് കൂടി ക്ലാസ് വരുന്നുണ്ട് മലപ്പുറത്താണ്. അപ്പം അതുകൊണ്ട് ഈ ഫ്ലക്ടർ പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ചെയ്യണോ അതോ ഇത് ഇന്റേൺഷിപ്പ് കൊണ്ട് ഈ ഫ്ലക്ടറിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ ഫ്ലട്ടറിന്റെ ഇന്റേൺഷിപ്പ് ആണോ യുഎക്സിന്റെ ഇന്റേൺഷിപ്പ്? യുഎക്സിന്റെ ഇന്റേൺഷിപ്പ് എടുത്തിട്ട് അത് ഫ്ലട്ടറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് യുഎക്സ് എടുത്തുകൊണ്ട് ഉപയോഗമുണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഒരു ക്ലയന്റ് നിന്നോട് ഒരു വർക്ക് ഫ്രീലാൻസിങ് വർക്ക് നീ എടുക്കുക, അപ്പൊ നിന്നോട് ക്ലയന്റ് കുറെ റിക്വയർമെന്റ് വരും. അപ്പൊ നിനക്ക് അത് യുഎ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, യുഎ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിനക്ക് ആ സെയിം യുഎ എടുത്തിട്ട് ഫ്ലട്ടറിലേക്ക് ചെയ്യാൻ എന്താ പാട്? അപ്പൊ നിനക്ക് അത് ബെനിഫിറ്റ് അല്ലേ? നീ ഇപ്പൊ യുഎ മേടിച്ചിട്ട് ഫ്ലട്ടറിൽ കൂടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ബെനിഫിറ്റ് ആണ്. നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നമുക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസൈൻ ചെയ്തിട്ട് നിനക്ക് നേരെ ചെയ്യാൻ പറ്റും. അപ്പൊ നിനക്ക് ബെറ്റർ ചോയ്സ് ആണ് ഫ്ലട്ടർ. നിന്നെ അതിൻ്റെ കൂടെ കൊടുത്തേക്ക് യുഎ ഫ്രണ്ട് എൻഡ് ഡിസൈനർ കം ഫ്ലട്ടർ ഡെവലപ്പർ ആ ടൈറ്റിൽ നിനക്ക് പോവാം. ക്ലിയർ അല്ലേ? അതേപോലെ യുഎക്സിന്റെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഫ്ലട്ടറിൽ കൊടുക്കുന്ന പോലെ? ഉണ്ട് 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 ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ മന്ത് എങ്ങനെ വരിക ഇന്റേൺഷിപ്പിന്റെ മന്ത്? അത് നീ കോൺടാക്ട് ചെയ്താൽ മേഡം, നമ്മുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, നീ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെന്തൊക്കെയാ? ഡൗട്ട് തീർന്നോ എല്ലാവർക്കും? ആരും കാണൂല എന്തേലൊക്കെ. അപ്പൊ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ? എല്ലാരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ? ഹലോ, ഓക്കെ. നമുക്കപ്പോ എല്ലാ വീക്കും ഇതിന്റെ കണ്ടിന്യൂഷൻ കാണും കേട്ടോ. ഇതിപ്പോ നമ്മൾ ഫ്ലട്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നൽകിയത്. ഇനി എല്ലാ വീക്കും നമുക്ക് ഫ്ലട്ടർ തൊട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ വെബിനാർ പോകും. അപ്പൊ എല്ലാവരും കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്തിട്ടില്ലേ പോർട്ട്ഫോളിയോ ബിൽഡേഴ്സിന്റെ? ഓക്കെ. നമ്മുടെ എല്ലാ ലിങ്ക്സും, അത് ഫ്ലട്ടറിന്റെ മാത്രമല്ല, ഇൻ കേസ് യുഎക്സിന്റെ ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിന്റെ ആണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ആണെങ്കിലും വെബ് ഡെവലപ്മെന്റിന്റെ ആണെങ്കിലും എല്ലാ വെബിനാറിന്റെയും എല്ലാ ഹയറിംഗ് പോസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ ആണ് വരുന്നത്. ഈ വെബിനാർ തീർന്നതിന്റെ പേര് ആരും ലെഫ്റ്റ് ഇട്ടൊന്നും പോകണ്ട. എല്ലാ ലിങ്ക്സ് ഇനിയിപ്പോ നിങ്ങൾ പ്രിക്കോഷൻ എടുത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വെബിനാറിനും എല്ലാ ലിങ്കും നമുക്ക് കമ്മ്യൂണിറ്റി വഴി ഷെയർ ആവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ വെബിനാറിനും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഈ ഫോം എന്നാ കമ്മ്യൂണിറ്റിയും കൂടെ ഷെയർ. ഓക്കെ, താങ്ക് യു. എന്റെ ഭാഗത്തുനിന്നും കൂടെ എല്ലാവർക്കും കൂടെ താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വെബിനാറിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. അശ്വിനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?